വെച്ച് വീഡിയോ ഒന്ന് കട്ടായി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കിത് കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ നമ്മൾ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ സ്ട്രോങ് സോൾട്ടായ കാരണം ഇവിടെ H+ൻ്റെ ഡീകമ്പോസിഷൻ നിൽക്കും, അല്ലെങ്കിൽ ഡിസോസിയേഷൻ നിൽക്കും. കാരണം സപ്രസ് ചെയ്യപ്പെടും കോമൺ അയോൺ എഫക്റ്റ് കാരണം. പിന്നീട് സിസ്റ്റത്തിൽ ഇതാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ Na+ ഉണ്ടാകുന്നത് കാരണം, അയോൺസ് ഉണ്ടാകുന്നത് കാരണം കണ്ടക്റ്റൻസ് എന്ത് ചെയ്യുന്നു, ഇൻക്രീസ് ചെയ്യുന്നതായിട്ട് കാണുന്നു. അങ്ങനെ കംപ്ലീറ്റ് CH3COH റിയാക്ട് ചെയ്ത് കഴിഞ്ഞു, NaOH റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ പ്യൂരിറ്റീനെ NaOH ആഡ് ചെയ്യും തോറും NaOH എക്സസ് ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് Na+OH- ആണ് ഇനി സിസ്റ്റത്തിൽ ഉണ്ടാകും. ഇപ്പോൾ ഇത്രയും നേരം സിസ്റ്റത്തിൽ ഉണ്ടായിരുന്നത് ഈ അയോൺസ് ആയിരുന്നു, ഇനി ഉണ്ടാകുന്നത് ഈ അയോൺസ് ആണ്. അപ്പോൾ ഇതിൽ ഡിഫറൻസ് എന്ന് പറയുന്നത് ഇവിടെ CH3CO- ഉണ്ടായിരുന്നിടത്ത് ഇനി OH- ഉണ്ടാവണം. അപ്പോൾ OH- H+ൻ്റെ പോലെ നല്ല കണ്ടക്റ്റൻസ് കാണിക്കുന്ന അയോണായ കാരണം OH- ഉണ്ടാവും തോറും കണ്ടക്റ്റൻസ് അഗെയിൻ ഇൻക്രീസ് ചെയ്യും. നമുക്ക് ഇങ്ങനെയായിരിക്കും നമ്മുടെ ഗ്രാഫ് കിട്ടുക. അപ്പോൾ ആദ്യം ഒരു ഡിക്രീസ്, പിന്നെ ഒരു ഇൻക്രീസ്, പിന്നെ വീണ്ടും ഒരു ഇൻക്രീസ് ആയിരിക്കും വരിക. ഇനി ഇവിടെ നമ്മളിപ്പോൾ G വേഴ്സസ് ടൈറ്ററിൻ്റെ വോളിയം, G Y ആക്സിസിലും ടൈറ്ററിൻ്റെ വോളിയം X ആക്സിസിലാണ് എടുത്തിരിക്കുന്നത്. ഇനി ചിലപ്പോൾ എക്സാമിന് G X ആക്സിസിലും ടൈറ്ററിൻ്റെ വോളിയം Y ആക്സിസിലും എടുക്കുന്ന രീതിയിലായിരിക്കും ചോദിക്കുക. അതപ്പോൾ എങ്ങനെയാണ് ചേഞ്ച് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി പഠിച്ചു വെച്ചത് ആദ്യം വരയ്ക്കുക. അതായത് G വേഴ്സസ് ടൈറ്ററിൻ്റെ വോളിയം എടുക്കുമ്പോൾ നമുക്ക് കിട്ടിയത് എന്തായിരുന്നു, ആദ്യം ഒരു ഡിക്രീസ്, പിന്നെ ഒരു ഇൻക്രീസ്, പിന്നെ ഒരു ഇൻക്രീസ്, ഇങ്ങനെയാണ് നമ്മുടെ ഗ്രാഫ് കിട്ടിയിരിക്കുന്നത് അല്ലേ. ഇനി നമ്മൾ ഇതിനെ ഓപ്പോസിറ്റ് ആക്സിസ് ആക്കി മാറ്റണമെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് ഇതിൻ്റെ മിറർ ഇമേജ് എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നമ്മളൊരു മിറർ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഇപ്പുറത്ത് കിട്ടുന്നത് എന്തായിരിക്കും, ഇങ്ങനെയായിരിക്കും അല്ലേ കിട്ടുക. അപ്പോൾ എങ്ങനെയായിരിക്കും ഈ പടം വരുന്നത്, ഇതിങ്ങനെ വന്നിട്ട് ഇത് ഇങ്ങനെയാണെങ്കിൽ ഇത് ഇങ്ങനെയായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ മിറർ ഇമേജ് വരയ്ക്കാനായിട്ട് നമ്മൾ നോക്കാം. എന്നിട്ട് ഈ G ഇവിടെ ഉണ്ടായിരിക്കും, ടൈറ്ററിൻ്റെ വോളിയം ഇവിടെ ആയിരിക്കും ഉണ്ടാകും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, ഇനി ജസ്റ്റ് ഈ പേപ്പർ ഒന്ന് തിരിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള കാര്യമായില്ലേ. അതായത് G X ആക്സിസിലും Y ആക്സിസിൽ ടൈറ്ററിൻ്റെ വോളിയം, അതാണ് നമുക്ക് ആവശ്യമുള്ളത്. അപ്പോൾ G X ആക്സിസിൽ വരുമ്പോൾ എന്താ സംഭവിക്കുന്നത്, ഇത് ഈ ഷേപ്പ് നമ്മൾ ഇവിടെ വരയ്ക്കാനായിട്ട് നോക്കുക. ഒരു K പോലെ വന്നിട്ട് പിന്നെ എന്ത് സംഭവിക്കുന്നു, അതിൽ നിന്ന് ഇങ്ങനെ പോകും. അപ്പോൾ ഇങ്ങനെ നമുക്ക് വരയ്ക്കാനായിട്ട് പറ്റും. അപ്പോൾ G വേഴ്സസ് T ചോദിച്ചു കഴിഞ്ഞാൽ, G X ആക്സിസിലായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. അതൊന്ന് നമ്മൾ ഓർത്ത് വയ്ക്കണം. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ കേസ് കഴിഞ്ഞു, വീക്ക് ആസിഡ് സ്ട്രോങ് ബേസ്. അപ്പോൾ രണ്ട് സ്ട്രോങ് ബേസുകളുടെ കേസ് കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ആദ്യം കണ്ടത് എന്തായിരുന്നു, സ്ട്രോങ് ആസിഡ് സ്ട്രോങ് ബേസ് കേസ് 1. പിന്നെ കേസ് 2 എന്തായിരുന്നു, വീക്ക് ആസിഡും സ്ട്രോങ് ബേസ്. അപ്പോൾ നമ്മുടെ രണ്ടിലും സ്ട്രോങ് ബേസ് വരുന്ന കേസ് കഴിഞ്ഞു. അപ്പോൾ ഇത് സിമ്പിളായിട്ട് നമ്മൾ മെമ്മറൈസ് ചെയ്യാനായിട്ട് ഞാൻ പഠിക്കുന്ന ഒരു കോഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ DI ഇങ്ങനെയാണ് ഞാൻ പഠിക്കുക. അതായത് DI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിക്രീസ് പിന്നെ ഇൻക്രീസ്, DII എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഡിക്രീസ് ഇൻക്രീസ് ഇൻക്രീസ്. അപ്പോൾ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ നിന്നാണെന്നുള്ളൊരു ബോധം നമുക്കുണ്ടായിരിക്കും. അപ്പോൾ ഈ രണ്ട് കോഡുകൾ പഠിച്ചു വെച്ചാൽ മതി. ഇനി നമുക്ക് നമ്മുടെ കേസ് 3യിലേക്ക് പോകാം. അപ്പോൾ കേസ് 3യിലേക്ക് വരുമ്പോൾ ഇനി വീക്ക് ബേസുകളുടെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ സ്ട്രോങ് ബേസിൻ്റെ രണ്ട് ആസ്പെക്റ്റും കഴിഞ്ഞു, ഇനി വീക്ക് ബേസ് ആയിരിക്കും വരിക. പിന്നെ വീക്ക് ബേസിൻ്റെ കൂടെ സ്ട്രോങ് ആസിഡ് ആണെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിന് എക്സാമ്പിളായിട്ട് സ്ട്രോങ് ആസിഡ് ആയിട്ടുള്ള HCl എടുക്കാം. അത് അയണൈസ് ചെയ്താൽ H++ഉം Cl- ആണ് കിട്ടുന്നത്. അതിൻ്റെ വീക്ക് ബേസ് ആയിട്ട് നമുക്ക് അമോണിയം ഹൈഡ്രോക്സൈഡ് NH4OH എടുത്തു കഴിഞ്ഞാൽ NH4++ഉം OH- ആണ് കിട്ടുക. അപ്പോൾ ഇത് രണ്ടും റിയാക്ട് ചെയ്ത പ്രൊഡക്റ്റ് NH4Cl ആയിരിക്കും. അത് അയണൈസ് ചെയ്താൽ NH4++ഉം Cl-ഉം. ഇത് കംപ്ലീറ്റ്ലി സൊല്യൂബിൾ ആയത് കാരണം ഇതൊരു സ്ട്രോങ് സോൾട്ടാണ് എന്ന് തന്നെ നമുക്ക് പറയാം. ഇനി ഇതിൻ്റെ പ്ലോട്ട് നോക്കുമ്പോൾ ആദ്യം നമ്മുടെ കയ്യിലുണ്ടായിരുന്നത് ആരാണ്, G വേഴ്സസ് ടൈറ്ററിൻ്റെ വോളിയം നമ്മൾ പ്ലോട്ട് ചെയ്യുമ്പോൾ ആദ്യം നമ്മുടെ കയ്യിൽ HCl എന്ന് പറയുന്നത് സബ്സ്ട്രേറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ HClന് നല്ല കണ്ടക്റ്റൻസ് ആണ് H+ അയോൺസിന്. അപ്പോൾ നമുക്ക് ഒരു മാക്സിമം കണ്ടക്റ്റൻസ് പ്ലോട്ട് ചെയ്യാം. പിന്നെ ഇതിലേക്ക് NH4OH ആഡ് ചെയ്യും തോറും NH4Cl ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് സിസ്റ്റത്തിൽ ഇപ്പോൾ NH4+ഉം Cl- ഉണ്ട്. അപ്പോൾ ഇതിന് രണ്ടിനെയും കമ്പയർ ചെയ്യുമ്പോൾ H+ മാറി എന്ത് വന്നു, NH4+ വന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ H+ ആണ് ഏറ്റവും സ്മോളസ്റ്റ് അയോൺ, അതിനായിരിക്കും ഏറ്റവും അധികം കണ്ടക്റ്റൻസ് ഉണ്ടായിരിക്കുക. അപ്പോൾ അത്രയും കണ്ടക്റ്റൻസ് NH4+ന് ഇല്ലാതെ കാരണം നെറ്റ് എഫക്റ്റ് കണ്ടക്റ്റൻസ് കുറയാണ് ചെയ്യുന്നത്. അങ്ങനെ കംപ്ലീറ്റ് HClഉം NH4Cl ആയിട്ട് മാറി. ഇപ്പോൾ H+ എല്ലാം തീർന്നു. ഇനിയും നമ്മൾ NH4OH ആഡ് ചെയ്തുകൊണ്ടിരുന്നാൽ നമ്മുടെ സിസ്റ്റത്തിൽ NH4OH എക്സസ് ആവും. അപ്പോൾ ഉണ്ടാകുന്ന അയോൺസ് ഏതൊക്കെയാണ്, NH4+, OH-ഉം NH4+, Cl- ആയിരുന്നു പണ്ട് ഉണ്ടായിരുന്നവരും.
അപ്പോൾ ഇവിടുത്തെ ഡിഫറൻസ് എന്താ, Cl- പകരം OH- വന്നു. പക്ഷെ നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഒരു കാര്യം മനസ്സിലാവും, NH4OH വീക്കാണ്, NH4Cl സ്ട്രോങ് ആണ്. അങ്ങനെ ഒരു വീക്കും ഒരു സ്ട്രോങ്ങും കോമൺ അയോൺസ് വരുമ്പോൾ ഇവിടെ കോമൺ അയോണിക് എഫക്റ്റ് സംഭവിക്കും. അങ്ങനെ വരികയാണെങ്കിൽ എന്ത് സംഭവിക്കും, വീക്കിൻ്റെ ഡിസോസിയേഷൻ സ്റ്റോപ്പ് ചെയ്യപ്പെടും. അത് പിന്നീട് ഇവിടെ ഈ ഒരു ഡിസോസിയേഷൻ ഉണ്ടാവില്ല. ഇപ്പോഴും ഇവിടെ ഏത് ഡിസോസിയേഷൻ മാത്രമേ ഉള്ളൂ, ഈ ഡിസോസിയേഷൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ നേരത്തെ ഉണ്ടായിരുന്നപ്പോൾ ഇവിടെയാണ് നമുക്ക് കണ്ടക്റ്റൻസ് കിട്ടിയിരുന്നത്, അത് തന്നെയാണ് ഇപ്പോഴും ഉള്ളൂ, വേറെ പുതിയതായിട്ട് ചേഞ്ച് ഒന്നുമില്ല. അപ്പോൾ ഒരു കോൺസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ കാണാപ്പാഠം പഠിക്കാം, DC ഡിക്രീസ് ചെയ്തിട്ട് കോൺസ്റ്റൻ്റ് ആവാം. അപ്പോൾ നമ്മൾ ഏതൊക്കെ പഠിച്ചു, DI പഠിച്ചു, DII പഠിച്ചു, ഇപ്പോൾ നമ്മൾ DC പഠിക്കുന്നു. DI പഠിച്ചത് ഡിക്രീസ് ചെയ്തിട്ട് ഇൻക്രീസ് ചെയ്യുന്ന കേസ് പഠിച്ചു, ഡിക്രീസ് ചെയ്ത് ഇൻക്രീസ് ചെയ്ത് അഗെയിൻ ഇൻക്രീസ് ചെയ്യുന്ന കേസ് പഠിച്ചു, ഡിക്രീസ് ചെയ്തിട്ട് കോൺസ്റ്റൻ്റ് ആകുന്ന കേസും പഠിച്ചു. ഇനി നമുക്ക് അടുത്ത കേസിലേക്ക് പോവാം. വീക്ക് ബേസിൽ തന്നെ ഇനി വീക്ക് ബേസിൻ്റെ കൂടെ വീക്ക് ആസിഡാണ് വരുന്നതെങ്കിൽ ഇതായിരിക്കും കേസ് 4 വരിക, അതായത് വീക്ക് ആസിഡും വീക്ക് ബേസും വരുമ്പോഴുള്ള പ്രത്യേകത. അപ്പോൾ അത് നമ്മൾ നോക്കുകയാണെങ്കിൽ വീക്ക് ആസിഡായിട്ട് നമുക്ക് CH3COH എഴുതാം. അത് അയണൈസ് ചെയ്താൽ കിട്ടുന്ന അയോൺസ് CH3CO- H+ ആയിരിക്കും. അതുപോലെ വീക്ക് ബേസ് ആയിട്ട് നമുക്ക് നേരത്തെ എടുത്ത NH4OH തന്നെ എടുക്കുകയാണെങ്കിൽ ഇത് രണ്ട് വീക്കാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പാർഷ്യൽ അയണൈസ് ചെയ്യുന്നതായിട്ട് കാണിക്കണം. NH4+ OH- ആയിരിക്കും കിട്ടുക. ഇനി അതിൻ്റെ പ്രൊഡക്റ്റ് എന്തായിരിക്കും, CH3COONH4 ആയിരിക്കും. ഇത് സ്ട്രോങ് സോൾട്ടാണ്, കാരണം ഇത് കംപ്ലീറ്റ്ലി സൊല്യൂബിൾ ആണ്. അപ്പോൾ ഇതൊരു സ്ട്രോങ് സോൾട്ടാണ്. അപ്പോൾ നമുക്ക് CH3CO- NH4+ ആയിരിക്കും കിട്ടുക. അപ്പോൾ ഇതിൻ്റെ പ്ലോട്ട് വരയ്ക്കാനായിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, G വേഴ്സസ് ടൈട്രൻ്റ് വോളിയം നമ്മൾ പ്ലോട്ട് ചെയ്യുമ്പോൾ ആദ്യം നമ്മുടെ ഉള്ളത് ഒരു വീക്ക് ആസിഡാണ്. വീക്ക് ആസിഡിൻ്റെ കണ്ടക്റ്റൻസ് കുറവായിരിക്കും, കാരണം കുറച്ച് അയോൺസ് അല്ലേ ഉള്ളൂ. അപ്പോൾ ഒരു മിനിമം കണ്ടക്റ്റൻസ് മാർക്ക് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ഇതിലേക്ക് NH4OH ആഡ് ചെയ്യും തോറും ഇവിടെ എന്തുണ്ടായിക്കൊണ്ടിരിക്കുകയാണ്, ഒരു സ്ട്രോങ് സോൾട്ട് ഉണ്ടായിരിക്കുകയാണ്. സ്ട്രോങ് സോൾട്ടിൻ്റെ പ്രത്യേകത എന്താ, നന്നായിട്ട് അയണൈസ് ചെയ്യും, കുറേ അയോൺസ് ഉണ്ടാവും. വീക്കിൽ നിന്ന് സ്ട്രോങ്ങിലേക്ക് ചേഞ്ച് വന്നു. അപ്പോൾ കുറേ അയോൺസ് ഉണ്ടാവും തോറും ഇവിടെ ഫസ്റ്റ് എന്ത് സംഭവിക്കും, ഫസ്റ്റ് നമ്മുടെ ഇൻക്രീസിങ് കണ്ടക്റ്റൻസ് ഇൻക്രീസ് ചെയ്യാണ് ചെയ്യുന്നത്. അങ്ങനെ കംപ്ലീറ്റ് അസറ്റിക് ആസിഡും തീർന്നു. ഇനിയും നമ്മൾ NH4OH ആഡ് ചെയ്തുകൊണ്ടിരുന്നാൽ എന്താണ് സംഭവിക്കുക, ഈ NH4OH ഡിസോസിയേറ്റ് ചെയ്ത് ഈ രണ്ട് അയോൺസാണ് കിട്ടുക. അപ്പോൾ ഇവിടെ ഇങ്ങനെ നോക്കുമ്പോൾ ഒരു വീക്കും ഒരു സ്ട്രോങ്ങും ആണുള്ളത്. അപ്പോൾ ആരുടെ ഡിസോസിയേഷൻ സ്റ്റോപ്പ് ചെയ്യപ്പെടും, വീക്കിൻ്റെ ഡിസോസിയേഷൻ ഇവിടെ സ്റ്റോപ്പ് ചെയ്യപ്പെടും. അപ്പോൾ എന്താണ്, നേരത്തെ ഉണ്ടായിരുന്ന അതേ അയോൺസ് തന്നെയാണ് ഇപ്പോഴും നമ്മുടെ സിസ്റ്റത്തിലുള്ളത്. അപ്പോൾ ആ കണ്ടക്റ്റൻസ് നേരത്തെയുള്ള അതേ കണ്ടക്റ്റൻസ് കോൺസ്റ്റൻ്റ് ആയിട്ട് തുടരും. അപ്പോൾ നമ്മളിത് എങ്ങനെ പഠിക്കും, ഇൻക്രീസ് കോൺസ്റ്റൻറ്റ് IC എന്ന് പഠിക്കും. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ എൻഡ് പോയിന്റ്. നമ്മൾ മറ്റു പ്ലോട്ടുകളിൽ പറയാൻ വിട്ടുപോയി. ഇങ്ങനെ നമുക്ക് കിട്ടുന്ന, അതായത് ഇത് എക്സസ് ടൈട്രൻ്റ് വരുമ്പോഴുള്ളതാണ്. ഈ എക്സസ് ടൈട്രൻ്റ് വരുന്നതിന് മുൻപുള്ള ആ പോയിന്റ് അതായിരിക്കും നമ്മുടെ എൻഡ് പോയിന്റ്. ഇപ്പോൾ ഇവിടെ ഇതായിരിക്കും എൻഡ് പോയിന്റ് വരിക. അതുപോലെ നമ്മൾ കേസ് 2 പറയാൻ മറന്നിട്ടുണ്ടായി. അവിടെ എൻഡ് പോയിന്റ് വരുന്നത് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് നോക്കുക, ഇത് നമ്മുടെ അസറ്റിക് ആസിഡ് കാരണം ഇവിടെ പിന്നെ ഇവിടെ ഡിക്രീസിന് കാരണം എന്താണ്, അസറ്റിക് ആസിഡിലെ H+ പകരം ഇപ്പോൾ Na+ ആയതുകൊണ്ടാണ് ഈ ഡിക്രീസ് വരുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇൻക്രീസ് വരാൻ കാരണം എന്താണ്, സ്ട്രോങ് സോൾട്ടാണ് ഉണ്ടായത്, അത് കാരണമാണ്. അപ്പോൾ ഇവിടെ വെച്ചിട്ടാണ് നമ്മുടെ സോൾട്ട് കംപ്ലീറ്റ് ഫോം ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഈ ഇൻക്രീസ് എക്സസ് ടൈട്രൻ്റ് കാരണമാണ്. അപ്പോൾ ഈ എക്സസ് ടൈട്രൻറ്റിന് തൊട്ട് മുന്നത്തെ പോയിന്റ്, അപ്പോൾ ഇതാണ് ഇവിടുത്തെ എൻഡ് പോയിന്റ് ആയിട്ട് നമ്മൾ പറയുന്നത്. ഓക്കെ, അതേപോലെ നമ്മുടെ കേസ് 3 എൻഡ് പോയിന്റ് ഏതായിരിക്കും, ഇതായിരിക്കും എൻഡ് പോയിന്റ്, അതാണ് മെയിൻ പോയിന്റ് കേട്ടോ. അങ്ങനെ നമ്മുടെ 4 കേസുകളും കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ നമ്മളിത് എങ്ങനെ ഈസി ആയിട്ട് ഒരു കോഡ് വെച്ച് പഠിക്കും, കോഡ് വെച്ച് പഠിക്കണമെങ്കിൽ സ്ട്രോങ് ആസിഡ് സ്ട്രോങ് ബേസ്, വീക്ക് ആസിഡ് സ്ട്രോങ് ബേസ്, അതായത് 2 സ്ട്രോങ് ബേസുകളുടെ കണ്ടീഷനാണ് ആദ്യം എടുക്കുന്നത്. പിന്നെ 2 വീക്ക് ബേസുകളുടെ കണ്ടീഷനും നമ്മൾ എടുക്കുന്നു. ഇതിൽ ആദ്യം സ്ട്രോങ് ആസിഡ് ഇടുക, ഇതിൽ പിന്നെ വീക്ക് ആസിഡ് ഇടുക. ഇനി ഇവരുടെ കോഡ് എങ്ങനെയായിരുന്നു, DI DII DC IC, ഇത്രയും നമ്മൾ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ 2 വീഡിയോസിലായിട്ട് പറഞ്ഞ കാര്യങ്ങൾ കഴിഞ്ഞു. DI DII DC IC. DI എന്ന് പറഞ്ഞാൽ എന്താ, ഡിക്രീസ് ചെയ്ത് ഇൻക്രീസ്. DII എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഡിക്രീസ് ചെയ്ത് ഇൻക്രീസ് ചെയ്ത് അഗെയിൻ ഇൻക്രീസ്. DC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഡിക്രീസ് ചെയ്തിട്ട് കോൺസ്റ്റൻറ്റ്. IC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഇൻക്രീസ് ചെയ്തിട്ട് കോൺസ്റ്റൻറ്റ്. ഇത്രയാണ് നമ്മളിവിടെ പഠിക്കേണ്ടത്. ഇനി നമുക്ക് കേസ് 5 നോക്കാം, അല്ലെങ്കിൽ ഒരു സ്പെഷ്യൽ കേസ് ആയിട്ടുള്ള ഒരു കാര്യം നോക്കാം. സ്പെഷ്യൽ കേസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു സ്ട്രോങ് ആസിഡും സ്ട്രോങ് ബേസ് എടുക്കുന്നതിൻ്റെ കൂടെ ഒരു വീക്ക് ആസിഡും കൂടി സ്പെഷ്യൽ ഗസ്റ്റായിട്ട് നമ്മൾ എടുക്കുന്നു. അങ്ങനെയുള്ള ഒരു കണ്ടീഷനിൽ എങ്ങനെയായിരിക്കും എൻഡ് പോയിന്റ് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്.
അപ്പോൾ സ്ട്രോങ് ആസിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ HCl എടുക്കാം, അത് അയണൈസ് ചെയ്ത് കഴിഞ്ഞാൽ H++ഉം Cl-ഉം. ഇനി വീക്ക് ആസിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏതെടുക്കാം, CH3COH എടുക്കാം, അത് പാർഷ്യൽ അയണൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് CH3CO- H+ഉം. സ്ട്രോങ് ബേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ NaOH എടുക്കാം, അത് അയണൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് Na+ഉം OH- വരും. ഈ റിയാക്ഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ കയ്യിൽ 2 ആസിഡും ഒരു ബേസ് ആണുള്ളത്. അപ്പോൾ ഇതിൽ ഏത് ആസിഡായിരിക്കും ആദ്യം റിയാക്ട് ചെയ്യുക? സ്ട്രോങ് ആയിരിക്കും, കാരണം സ്ട്രോങ് ആസിഡ് ആണല്ലോ പെട്ടെന്ന് അയണൈസ് ചെയ്ത് കൂടുതൽ അയണൈസ് തരും. ഇത് സ്ലോലി അയണൈസ് ചെയ്യേണ്ടതല്ലേ. അപ്പോൾ ഇവിടെ നമ്മുടെ NaOH കൂടി ആദ്യം റിയാക്ട് ചെയ്യാൻ വരിക HCl ആണ്. അപ്പോൾ ഇവിടുത്തെ ആദ്യത്തെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് NaCl ആണ്. NaCl ഒരു സ്ട്രോങ് സോൾട്ടാണ്. Na++ഉം Cl- ആയിരിക്കും നമുക്കിവിടെ കിട്ടുക. അപ്പോൾ ഇതിനനുസരിച്ചുള്ള ചേഞ്ച് എന്താണെന്ന് നോക്കാം. ആദ്യം നമ്മുടെ കയ്യിൽ ആരുണ്ടായിരുന്നു, G വേഴ്സസ് ടൈറ്ററിൻ്റെ വോളിയം പ്ലോട്ട് ചെയ്യുമ്പോൾ HCl ഉണ്ടായിരുന്നു. ഇതിലേക്ക് NaOH ആഡ് ചെയ്യും തോറും കണ്ടക്റ്റൻസ് ഡിക്രീസ് ചെയ്യുന്നതാണ് കാണുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ ഡിക്രീസ് സംഭവിച്ചിരിക്കുന്നു. ഇനി കംപ്ലീറ്റ് HClഉം തീർന്നു പോയി. കംപ്ലീറ്റ് HCl തീർന്നു പോയി കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്, നമുക്ക് ആവശ്യമായിട്ടുള്ള HClൻ്റെ എൻഡ് പോയിന്റ് ഇവിടെ കിട്ടി. എത്ര HCl വേണം, അല്ല എത്ര HClനെ ന്യൂട്രലൈസ് ചെയ്യാൻ എത്ര NaOH വേണം എന്നുള്ളത് കിട്ടി. ഇനി നമ്മൾ വീണ്ടും NaOH ആഡ് ചെയ്യുമ്പോൾ ആ എക്സസ് ആയി വരുന്ന NaOH എക്സസ് ആയി നിൽക്കില്ല, ആരുടെ കൂടെ റിയാക്ട് ചെയ്യും, അസിറ്റിക് ആസിഡിൻ്റെ കൂടെ റിയാക്ട് ചെയ്യും. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത്, CH3COOHും NaOHും കൂടി റിയാക്ട് ചെയ്താൽ CH3COO Na കിട്ടും. അപ്പോൾ അത് അയണൈസ് ചെയ്ത് കഴിഞ്ഞാൽ CH3CO- ഉം Na+ ആണ്. അപ്പോൾ ഇവിടെ ഉണ്ടായ ചേഞ്ച് എന്താ, ഇപ്പോൾ ഈ അയോൺസ് ആയിരുന്നു ആദ്യ സിസ്റ്റത്തിൽ ഉണ്ടായിരുന്നത് Na+ഉം Cl-ഉം. ഇപ്പോൾ ഏത് അയോൺസ് ആയി, CH3CO- ഉം Na+. അപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന ഡിഫറൻസ് എന്താണ്, Cl- പകരം CH3CO- വന്നു. അതുകൂടാതെ തന്നെ ഇവിടെ കോമൺ അയോൺ എഫക്റ്റ് ഉണ്ടോ, ഇല്ല. കാരണം എന്താണ്, ഇത് രണ്ടും സ്ട്രോങ് ആണ്. അപ്പോൾ മൊത്തത്തിൽ ഇവിടെ എന്ത് സംഭവിക്കും, ഒരു പുതിയ സ്ട്രോങ് സോൾട്ട് ഉണ്ടാകുന്ന കാരണം ഇവിടെ ഇൻക്രീസ് ആണ് സംഭവിക്കുന്നത്, അല്ലേ. ഇവിടെ ഒരു പുതിയൊരു സ്ട്രോങ് സോൾട്ട് വരികയാണ് ചെയ്യുന്നത്, അപ്പോൾ അവിടെ ഇൻക്രീസ് സംഭവിക്കും. അത് കഴിഞ്ഞിട്ട് കംപ്ലീറ്റ് അസറ്റിക് ആസിഡും റിയാക്ട് ചെയ്ത് പോയി. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് വേറൊരു എൻഡ് പോയിന്റ് കിട്ടും. പക്ഷെ അതിൽ ആരും ഉണ്ടായിരുന്നു ഈ സിസ്റ്റത്തിൽ, HClഉം ഉണ്ട് അസറ്റിക് ആസിഡും ഉണ്ട്. അപ്പോൾ ബോത്ത് HClനെയും അസറ്റിക് ആസിഡിനെയും ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ട NaOHൻ്റെ എമൗണ്ട് ആയിരിക്കും നമുക്ക് ഇവിടെ കിട്ടുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും NaOH ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സിസ്റ്റത്തിൽ Na+ഉം OH- വരും, വീണ്ടും കണ്ടക്റ്റൻസ് ഇൻക്രീസ് ചെയ്യും. അപ്പോൾ ഇങ്ങനെയായിരിക്കും ഈ ഗ്രാഫ് വരിക. അപ്പോൾ ഇതും എന്ത് തന്നെയാണ്, DII എന്ന ഫോർമാറ്റ് തന്നെയാണെന്ന് ഓർത്താൽ മതി. ഇനി ഇവിടുത്തെ എൻഡ് പോയിന്റിൻ്റെ പ്രത്യേകത, ഈ ഫസ്റ്റത്തെ വോളിയം V1, സെക്കൻഡ് വോളിയം V2. ഈ V1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ HClനെ മാത്രം ന്യൂട്രലൈസ് ചെയ്യുന്ന NaOHൻ്റെ എമൗണ്ട് ആണ്. V2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ HClനെയും അസറ്റിക് ആസിഡിനെയും ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടി വന്ന NaOHൻ്റെ എമൗണ്ട് ആണ്. അപ്പോൾ അസറ്റിക് ആസിഡിൻ്റെ മാത്രം ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ട NaOHൻ്റെ എൻഡ് പോയിന്റ് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, V2 - V1. അസറ്റിക് ആസിഡിനെ മാത്രം ന്യൂട്രലൈസ് ചെയ്യാൻ ആവശ്യമായ NaOHൻ്റെ വോളിയം കണ്ടുപിടിക്കണമെങ്കിൽ V2 - V1 ആണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ കണ്ടക്ടോമെട്രിക് ടൈട്രേഷൻ കഴിഞ്ഞു. നമ്മൾ 5 കേസുകളാണ് പഠിച്ചത്. അതിനുള്ള കോഡ് മാത്രം ഓർത്ത് വയ്ക്കുക, DI, DII, TC, IC. അത് ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് ആൻസർ ചെയ്യാം.